ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു പഞ്ഞി പോലത്തെ അപ്പത്തിന്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പൊ ഇത് റവ വെച്ചാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് എങ്ങനെ ചെയ്യാന്നൊക്കെ നോക്കാം. അതിന് വേണ്ടിയിട്ട് 1.5 കപ്പ് വറുത്ത റവ എടുത്തിട്ടുണ്ട്. ഈ ഒരു അപ്പം നമ്മൾ അരച്ചെടുത്തിട്ട് അപ്പം തന്നെ നമുക്ക് ചുട്ടെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇതുപോലെ തന്നെ മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. ഇനി ഇത് അടച്ചു വെക്കുക. ഒരു 10 മിനിറ്റിന് ശേഷം നമുക്കിത് അരച്ചെടുക്കാം. ഇപ്പൊ കറി ഉണ്ടാക്കുന്നവരാണെങ്കിൽ നമുക്ക് ആ ഒരു ടൈം കൊണ്ട് നമുക്ക് കറി ഉണ്ടാക്കാം. അപ്പൊ അതാ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പൊ ഇത് ഒരുപാടൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒറ്റ ട്രിപ്പിൽ തന്നെ നമുക്കിത് ഇട്ടിട്ട് അരച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സവാളക്ക് പകരം ചെറിയുള്ളി ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു തക്കാളി. എരിവ് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ 2-3 പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ചേർത്തിട്ടില്ല. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂണ് തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തൈര് ചേർക്കുമ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത ഉടനെ ചേർത്ത് കൊടുക്കരുത്. പുറത്ത് വെച്ച് തണുപ്പ് പോയതിനു ശേഷം ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 2-3 ടേബിൾ സ്പൂണോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം. അപ്പൊ അരക്കുമ്പോൾ ചെറിയ ചെറിയ കഷ്ണങ്ങളോടെ അരച്ചെടുക്കുകയാണെങ്കിൽ അപ്പം ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പൊ തക്കാളി സവാളൊക്കെ ചെറിയ ചെറിയ കഷ്ണം എടുക്കുമ്പോൾ അതൊരു ടേസ്റ്റ് ആണ്. കുറച്ചൊക്കെ അരഞ്ഞോട്ടെ, കുറച്ചൊക്കെ അതിലിങ്ങനെ കിടക്കുന്നുണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ. അപ്പൊ അത് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ അത് കുറച്ചുകൂടെ ഒന്ന് ലൂസാക്കണം. അപ്പൊ നമ്മൾ ആ ഒരു ജാറിൽ തന്നെ വളരെ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചിട്ട് അതുകൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തവി വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇനി ഇതില് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് നമ്മൾ ഇപ്പൊ തന്നെ ചുട്ടെടുക്കേണ്ടതാണല്ലോ, അതുകൊണ്ട് തന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മാത്രം മതി ബേക്കിംഗ് സോഡ. അതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇനി നിങ്ങൾ ബേക്കിംഗ് സോഡ ചേർക്കുന്നില്ലെങ്കിൽ ഈ ഒരു ബാറ്റർ ഒരു മണിക്കൂർ വെച്ചാൽ മതി. അപ്പൊ ഇതുപോലെ തന്നെ നല്ല ഹോളായിട്ടുള്ള അപ്പം കിട്ടും. പെട്ടെന്ന് തന്നെ നമുക്ക് രാവിലെ മക്കളൊക്കെ നേരത്തെ പോകുന്നവരൊക്കെ ഉണ്ടാവുമല്ലോ, അവർക്ക് ചുട്ടെടുക്കണമെങ്കിൽ ഇതുപോലെ ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ നമ്മളെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ചുട്ടെടുക്കണം. അതിന് വേണ്ടിയിട്ട് പാന് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഒരു തവി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഇതാക്കി കൊടുക്കുക. നമ്മൾ ശരിക്കും പറഞ്ഞാല് ഉഴുന്ന് ദോശ ഉണ്ടാക്കുമ്പോൾ അവിടെ അങ്ങനെ ലൈന് വരുമല്ലോ, ആ ലൈന് വരാത്ത രീതിയിൽ ഇങ്ങനെ ഒന്ന് തവി വെച്ച് ഇളക്കി കൊടുത്താൽ മതി. അതായത് ഇതിൽ ചെറിയ ചെറിയ കഷ്ണം തക്കാളി, അതുപോലെ തന്നെ സവാള ഒക്കെ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതുകൂടെ ഇങ്ങനെ മൊരിഞ്ഞു വരുമ്പോൾ അപ്പം കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതിലിപ്പോ നല്ല ഹോളൊക്കെ വന്നിട്ട് നമുക്കൊന്ന് അടച്ചു വെക്കാം. പെട്ടെന്ന് തന്നെ ആയി കിട്ടും. ഇത് റെഡി ആയിട്ടുണ്ട്. ഇതിന്റെ മീതെ കാണുന്നത് ചെറിയ കഷ്ണം തക്കാളിയുടെ ഭാഗമാണ് കേട്ടോ. അപ്പൊ അതുകൂടെ ആവുമ്പോൾ നല്ല ടേസ്റ്റ് ആണ്, അങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങൾ ഉണ്ടാവുമ്പോൾ. ഇനി നമുക്ക് അടുത്തതും ഇതുപോലെ തന്നെ ഒഴിച്ചു കൊടുക്കാം. ഇതിന്റെ കൂടെ വേറെ കറിയുടെ ആവശ്യമൊന്നുമില്ല. തേങ്ങാപ്പാലും പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് കഴിക്കാൻ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ അങ്ങനെ കഴിച്ചാൽ മതി. ചില ദിവസങ്ങളിൽ നമ്മൾ ലൈറ്റ് ആയിട്ട് എണീക്കും, അതുപോലെ തന്നെ ഭയങ്കര തിരക്കായിരിക്കും, പെട്ടെന്ന് എല്ലാം കൂടി ചെയ്യാൻ പറ്റാത്ത ദിവസം ഉണ്ടാവും. അങ്ങനെയൊക്കെ ഉള്ള ദിവസങ്ങളിലാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണിത്. അങ്ങനെ ഇതാ അടുത്തതും ഇവിടെ ഹോളുകളൊക്കെ വന്നു തുടങ്ങി. നമുക്കിത് അടച്ചു വെക്കാം. ഇതായിട്ടുണ്ട്. അപ്പൊ ഇത് കൂടെ നമുക്ക് എടുത്ത് മാറ്റാം. ഇനി ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ചുട്ടെടുക്കുക.
ഇപ്പൊ ഇത് ലാസ്റ്റത്തെ അപ്പാണ് ചുട്ടെടുക്കുന്നത്. അപ്പൊ ഇത് നല്ല ഹോളുകളോട് കൂടിയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഇതാ എല്ലാ അപ്പവും ചുട്ടെടുത്ത് കഴിഞ്ഞു. അപ്പൊ ഇത് നല്ല സോഫ്റ്റ് ആണ്. എത്ര നേരം വരെ ഇരുന്നാലും ഇത് ഇതുപോലെ തന്നെ ഇരിക്കും കേട്ടാ. ഇതിന്റെ ബാക്ക് സൈഡൊക്കെ ഒട്ടും തന്നെ കരിഞ്ഞു പോയിട്ടില്ല. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇൻഷാ അല്ലാഹ് ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.